പ്രേമലുവിന്റെ ഗംഭീര വിജയത്തിന് ശേഷം നമ്മുടെ ഭാവന സ്റ്റുഡിയോസ് വീണ്ടും വരുന്നുണ്ട്. കരാട്ടെ ചന്ദ്രൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ തന്നെയാണ് നായകനാവുന്നത്. ഈ കരാട്ടെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു ചായകാച്ചിൽ നമുക്ക് തോന്നുന്നില്ലേ? അതായത് മഹേഷിന്റെ പ്രതികാരത്തിൽ കരാട്ടെ പഠിക്കാൻ പോകുന്ന മഹേഷ്, ഈ മഹേഷിന്റെ പ്രതികാരവും കരാട്ടെ ചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് കുറച്ചു കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹേഷിന്റെ പ്രതികാരത്തിന് സ്പിൻ ഓഫ് ആയിരിക്കുമോ ഈ കരാട്ടെ ചന്ദ്രൻ എന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്നത്. എന്നാൽ ദിലീഷ് പോത്തൻ അല്ല സിനിമയുടെ സംവിധായകൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വില്ലനായ ജിൻസനെ ഇടിക്കാൻ വേണ്ടി മഹേഷ് കരാട്ടെ പഠിക്കാൻ പോകുന്നതാണ് മഹേഷിന്റെ പ്രതികാരത്തിലെ പ്രധാന കഥ. ഈ കഥാപാത്രത്തിനെ വെച്ച് വലിയൊരു സിനിമ എടുക്കാനുള്ള ഒരു സ്കോപ്പ് സത്യത്തിലുണ്ട്. ഇനി അങ്ങനെ ഒരു സാധ്യതയാണോ കരാട്ടെ ചന്ദ്രനായി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഈ സിനിമയ്ക്കകത്തുണ്ട്. എന്തായാലും ഒന്നോ രണ്ടോ ചിത്രം കൊണ്ട് തന്നെ കരാട്ടെ ചന്ദ്രൻ എല്ലാവരുടെ ഇടയിലും ഒരു ചർച്ചയായിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ഫഹദ് ഫാസിൽ കരാട്ടെ പഠിക്കുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മലയാളത്തിലെ ഗ്യാരണ്ടിയുള്ള ഒരു നടനാണ് ഫഹദ് ഫാസിൽ. മലയാളത്തിലെ മാത്രമല്ല, ഇപ്പോൾ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും ഗ്യാരണ്ടിയുള്ള ഒരു നടനാണ് ഫഹദ് ഫാസിൽ. അതുകൊണ്ട് തന്നെ ഭാവന സ്റ്റുഡിയോസിന്റെ കീഴിൽ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതെന്തായാലും ഒരു നല്ല സിനിമയായിരിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ മറ്റു വിവരങ്ങളോ ഒന്നും ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. ഫഹദ് കരാട്ടെ പഠിക്കുന്ന ഒരു ചിത്രം മാത്രമാണ് സിനിമയുടേതെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഉള്ളത്. പുഷ്പയ്ക്കും മാമന്നനും എല്ലാം ശേഷം ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തെന്നിന്ത്യയിൽ ഭയങ്കര സജീവമായിട്ടുണ്ട്. കാരണം അവരൊക്കെ ഫഹദ് ഫാസിൽ എന്ന നടനെ ഭയങ്കരമായിട്ട് കൊണ്ടാടുകയാണ്. അവിടെയുള്ള സൂപ്പർ സ്റ്റാറുകളെ പോലെ തന്നെയാണ് അവർ ഫഹദ് ഫാസിലിനെയും കാണുന്നത്. മാമനൻ സിനിമ റിലീസായ സമയത്ത് നമ്മളത് ധാരാളം സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടതാണ്. അതുപോലെ തന്നെ പുഷ്പ ചെന്നൈയിലേക്ക് റിലീസ് ചെയ്ത സമയത്ത് ഫഹദ് ഫാസിലിന്റെ ഇൻട്രോക്കെ എല്ലാം ഭയങ്കര കയ്യടിയായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന താരങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫഹദിന്റെ ഇനി ഇറങ്ങാനിരിക്കുന്ന എല്ലാ സിനിമകളും പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കരാട്ടെ ചന്ദ്രനും അതുപോലെ തന്നെ ചർച്ചയാവാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ്. ഇനി മഹേഷിന്റെ പ്രതികാരത്തിന്റെ സ്പിൻ ഓഫ് ആണ് കരാട്ടെ ചന്ദ്രനെങ്കിൽ അത് നല്ല ഒരു അനുഭവമായിരിക്കാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. സ്പിൻ ഓഫ് സിനിമകളുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രതീഷ് രാമകൃഷ്ണ പൊതുവാളിന്റെ എന്നാ താൻ കേസ് കൊടുന്ന സിനിമയുടെ സ്പിൻ ഓഫ് ആണ് സുമേഷിന്റെയും സുമലതയുടെയും പ്രണയം എന്ന പുതിയ സിനിമ. ഇതുപോലെ തന്നെ രോമാഞ്ച സിനിമയുടെ സ്പിൻ ഓഫ് ആണ് ഫഹദിന്റെ ഇറങ്ങാനിരിക്കുന്ന ആവേശം എന്ന സിനിമ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യത നിലവിൽ മലയാളത്തിലുണ്ട്. അതായത് മഹേഷിന്റെ പ്രതികാരത്തിന്റെ സ്പിൻ ഓഫ് ആയിരിക്കാം ഒരുപക്ഷെ കരാട്ടെ ചന്ദ്രൻ. എന്തായാലും കാത്തിരിക്കാതെ നിർവാഹമില്ല. സിനിമയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കരാട്ടെ ചന്ദ്രന്റെ പുതിയ വിശേഷങ്ങൾ വരുന്നതുവരേക്കും നമുക്ക് ഈ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചർച്ചകൾ തുടരേണ്ടതുണ്ട്.